Hello guys and welcome back to Best Car Picks. നമ്മളെല്ലാവരും കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കാം ഒരുപക്ഷെ കിയ ക്ലാവിസ് എന്ന് പറയുന്നത്. ഇത് കിയയുടെ ഇനി വരാൻ പോകുന്ന ഒരു പുതിയ മൈക്രോ എസ് യു വി എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യുണ്ടായുടെ എക്സ്റ്ററി അടുത്ത് വന്നു. അതിന് മുമ്പേ ടാറ്റയുടെ പഞ്ച് വന്നായിരുന്നു. പഞ്ച് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സെക്കൻഡ് ബെസ്റ്റ് സെല്ലിംഗ് എസ് യു വി ഒക്കെ ആയി. അതായത് ടോട്ടൽ വണ്ടികളുടെ സെയിൽസിലാണ് സെക്കൻഡ് പൊസിഷൻ ആയത്. എസ് യു വികളുടെ സെയിൽസിൽ പഞ്ച് കഴിഞ്ഞ മാസം നമ്പർ 1 ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൈക്രോ എസ് യു വികളുടെ സെയിൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചിൻ്റെ സെയിൽസിനെ പിടിക്കാൻ എക്സ്റ്ററിന് കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ കിയയുടെ പുതിയൊരു വാഹനം ഏകദേശം ഈ ഒരു പണിക്ക് വേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പഞ്ചിൻ്റെ സെയിൽസിന് പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇപ്പോൾ അവർ സൗത്ത് കൊറിയയിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം രസമുണ്ട് ഈ ഒരു വണ്ടി കാണാം. അതായത് താഴത്തായിട്ട് മെയിൻ ഹെഡ്ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു സ്പ്ലിറ്റ് അപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ കുറേ ആയിട്ട് ഇപ്പം എസ് യു വികളിൽ കണ്ടുവരുന്ന രീതിയാണ്. ആൻഡ് താഴത്ത് വളരെ നീളമുള്ള എലോങ്ങേറ്റഡ് ആയിട്ടുള്ള DRLs പോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ LED ഹെഡ് ലാംപ്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം ടെസ്റ്റിംഗ് മോഡൽ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റേണൽ നമുക്ക് ആക്ച്വലി LED ഹെഡ് ലാംപ്സ് അല്ല വരുന്നത്, പ്രൊജക്ടറാണ്, പക്ഷേ അത് ഹാലജൻ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹുഡിൻ്റെ താഴത്തുള്ള പോർഷൻ നോക്കുകയാണെങ്കിൽ DRLസിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്ന പോലെ കണ്ടാൽ തോന്നും. പക്ഷേ അവിടെ DRLs ഒന്നും അവരിപ്പോൾ താൽക്കാലികമായിട്ട് കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ പ്രൊഡക്ഷൻ സ്പെക് മോഡൽ വരുമ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുമായിരിക്കും. കാരണം ഇതിപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഫേസിലാണല്ലോ നിൽക്കുന്നത്. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. വേണമെങ്കിൽ പുറത്ത് ഹ്യുണ്ടായുടെ ഒരു വാഹനം വരുന്നുണ്ട്, കാസ്പർ എന്ന് പറയും. അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല, അതിന് പേരാണ് എക്സ്റ്റർ കിട്ടിയത്. കാസ്പർ ഭയങ്കര ചെറിയ വണ്ടിയാണ്, 3.6 മീറ്റേഴ്സേ ലെങ്ത് ഉള്ളൂ. ഇത് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കിയയുടെ വേർഷനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. കാരണം സൈസിൻ്റെ കാര്യത്തിൽ ഇത് തീർച്ചയായും കാസ്പറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വണ്ടിയായിരിക്കും. പക്ഷേ പ്ലാറ്റ്ഫോം സെയിം ആണ്. കിയയുടെ ഹ്യുണ്ടായുടെയും കിയയുടെയും K1 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും അവർ ഈ ഒരു വാഹനങ്ങൾ രണ്ടും ബേസ് ചെയ്തിരിക്കാൻ പോകുന്നത്. പിന്നെ കാണുമ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം സൈസ് പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈലിൽ നോക്കിയാലും അത്യാവശ്യം വലിയ വീൽസാണ്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ സൈഡ് പ്രപ്പോർഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ആൻഡ് ഡോർക്ക് ആണെങ്കിൽ അത്യാവശ്യം വലുതാണ് ബാക്കിലത്തെയൊക്കെ. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ വണ്ടിയുടെ ഫീലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ എക്സ്റ്റർ കാണുമ്പോഴാണെങ്കിലും നമുക്കൊരിക്കലും അതൊരു കുഞ്ഞു വണ്ടി അല്ലെങ്കിൽ ചെറിയൊരു SUV ആ ഒരു രീതിയിൽ തോന്നുന്നില്ല. അത്യാവശ്യം സൈസുള്ളൊരു സപ്പോമീറ്റർ SUV ആ ഒരു രീതിയിൽ തന്നെ തോന്നുള്ളൂ. ആ വാഹനത്തിൻ്റെ ഹൈറ്റും അതുപോലെ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രൊപ്പോർഷൻസും അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയാം. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല എങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ അത്യാവശ്യം നല്ലതാണ്. ലുക്കിൻ്റെ കാര്യം അതായത് സൈസാണ് ഉദ്ദേശിച്ചത്. നമുക്ക് തോന്നുമ്പോൾ ഈ കാണുമ്പോൾ തോന്നുന്നൊരു സൈസ് ഉണ്ടല്ലോ, അതാണ് സംഭവം. പിന്നെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ഈ വണ്ടിയുടെ മുകളിലായിട്ട് അതായത് ആ ഒരു വിൻഡ്ഷീൽഡിൻ്റെ ഏരിയയിൽ സൈഡിലായിട്ട് L ഷേപ്പിലുള്ള ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് അവരിപ്പോൾ ടെസ്റ്റിംഗ് മോഡൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതും ഒരു യൂണിക് ടച്ച് ആണെന്ന് പറയാം. കിയയുടെയൊക്കെ EV7 പോലുള്ള വാഹനങ്ങളിലൊക്കെ അവർ ഈ തരത്തിലുള്ള ഒരു ഡിസൈൻ ഫോർമാറ്റാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ വണ്ടി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ അകത്തും ഇതുപോലെ ടോപ്പിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ചെറിയൊരു പോർഷൻ അവർ കവർ ചെയ്യാതെ കൊടുത്തിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ റിവേഴ്സ് ലൈറ്റിനോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ലോട്ട് ആയിരിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റൂഫ് റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുമ്പം ഇതൊരു പുതിയ സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനമാണ് എന്ന് തന്നെ പറയാം. കാരണം കിയ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലും വണ്ടികൾ ഇറക്കാൻ പോകുന്നത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള സെഗ്മെൻറ്റിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവർ സെൽട്ടോസ് കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നത്. പിന്നെ സെൽട്ടോസ് 2019 വന്ന സമയത്ത് അതൊരു ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് BS6 വണ്ടികൾ അധികം ഇല്ലായിരുന്നു. BS6 ആ ഒരു എറയിലേക്ക് നമ്മൾ പോകുമായിരുന്നു 2020. അപ്പോൾ അതിനു മുമ്പായിട്ട് അവർ ഈ വണ്ടി കൊണ്ടുവന്നു. മാത്രമല്ല പ്രൈസിങ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ആൾക്കാർക്കൊക്കെ വേണ്ട പോലെ അവർ പ്രൈസ് ചെയ്തു. അതായത് ഭയങ്കര ഹൈ പ്രൈസ് പോയിൻ്റൊന്നും കൊണ്ട് ഇറക്കിയില്ല. ക്രെറ്റയേക്കാൾ ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്രെറ്റയാണ് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ പ്രൈസ് കൂടുതലായിരുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഗംഭീര സെയിൽസ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ സോണറ്റ് വന്നപ്പോഴും കിയയുടെ ഒരു റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. അതായത് സെൽട്ടോസിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടിയ ആ ഒരു സംഭവം അവർക്ക് സോണറ്റിൽ നിന്ന് കിട്ടിയതുകൊണ്ട് സോണറ്റും ക്ലിക്കായി. അത് കഴിഞ്ഞ് പിന്നെ കാരൻസ് വന്നു, കാരൻസ് ക്ലിക്കായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അവർ കാർണിവലൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ പഴയ ജനറേഷൻ മോഡലായതുകൊണ്ടും ഇന്ത്യയിൽ നമുക്കങ്ങനെ MPVs ഇപ്പോൾ അതും വലിയ ജംബോ സൈസുള്ള MPVs വലിയ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ വണ്ടി അങ്ങനെ ഭയങ്കര വലിയ രീതിയിൽ ക്ലിക്കായില്ല. എന്നാലും ആ സെഗ്മെൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ വാങ്ങി എന്ന് പറയാം. ഇനി അവർ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വാഹനമാണ് ഈ പറയുന്ന മൈക്രോ SUV. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, പഞ്ച് എക്സ്റ്റർ പോലുള്ള വണ്ടികളാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ളത്. മഹീന്ദ്രയുടെ KUV 100NXT ഒക്കെ അവർ നിർത്തിയായിരുന്നു. അതാണ് ആദ്യം ഈ സെഗ്മെൻറ്റ് തുടങ്ങിയ വണ്ടി. പക്ഷേ തുടങ്ങിയ സമയത്ത് ഭയങ്കര
ആയിട്ടുള്ള സെയിൽസ് പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു അത്. കാരണം KUV ഒട്ടും സക്സസ്ഫുൾ ആയില്ല. ആദ്യം വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വാങ്ങിയെങ്കിലും അത് കഴിഞ്ഞ് തന്നെ വാഹനത്തിന് ഡിമാൻഡ് കുത്തനെ താഴേക്കാണ് പോയത് എന്ന് തന്നെ നമുക്ക് പറയാം. അത് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും 1-2 വണ്ടികളൊക്കെയാണ് ഒരു മാസം സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. മിക്ക മാസങ്ങളിലും സെയിൽസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹീന്ദ്രയ്ക്ക് നിർത്തേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് സെയിൽസ് വാങ്ങായിരുന്നു. പക്ഷേ മഹീന്ദ്ര ഇപ്പോഴും കൂടുതലും ആ ഒരു പ്രീമിയം റേഞ്ചിലാണ് അവർ വണ്ടികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്കോർപിയോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ Thar 5 Door, അതുപോലെ XUV 700 പോലുള്ള വണ്ടികളൊക്കെ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പ്രോഫിറ്റ് മാർജിൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഇപ്പോൾ മഹീന്ദ്ര ഉണ്ടാക്കുന്നത്. ഏതായാലും കിയ അങ്ങനെയല്ല, കൂടുതൽ എമർജിങ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളോട് കൂടി കോമ്പീറ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാവിസ് എന്ന് പറയുന്ന വാഹനം ഇറക്കിയത്. ഈ ക്ലാവിസ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊക്കെ അതിൻ്റെ ട്രേഡ് മാർക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേരിൻ്റെ പുറത്തും ഒഫീഷ്യലി അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ക്ലാവിസ് എന്ന് പറയുന്ന പേര് ഈ വാഹനത്തിന് വരാം എന്ന് നമുക്ക് ഉള്ളൊരു സംഭവം വന്നത്. ഇപ്പം അങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്കവാറും വണ്ടി വരുമ്പോഴേക്കും പേര് മാറുമായിരിക്കും. പക്ഷേ താൽക്കാലികമായി ഇതിനെ ആൾക്കാർ ക്ലാവിസ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ കിയയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ തീർച്ചയായും ആൾക്കാർക്ക് ഈ വാഹനം ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് സെൽട്ടോസിൻ്റെയും സോണറ്റിൻ്റെയൊക്കെ ഫേസ് ലിഫ്റ്റ് തന്നെ വന്നായിരുന്നു. അതൊക്കെ ഡിസൈനിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. മാത്രമല്ല നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇഷ്ടം പോലെ സെഗ്മെൻറ്റ് ബസ്റ്റും അതുപോലെ സെഗ്മെൻറ്റ് ഫസ്റ്റും ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കിയ. അതുകൊണ്ട് ഇനി ഈ വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് പോലുള്ള ഫീച്ചേഴ്സും ഓഫർ ചെയ്ത് കൂടായിരിക്കുന്നില്ല. എക്സ്റ്ററിൽ അത്രയും ഫീച്ചേഴ്സ് ഇല്ല. അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ അവർ ഹ്യുണ്ടായി ഇത്തിരി താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സൺറൂഫ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, 8-inch ഇൻഫോർടൈൻമെൻറ്റ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഇത്തിരി കോസ്റ്റ് കട്ട് ചെയ്തു. അതായത് ഇൻറ്റീരിയേഴ്സ് സെയിം ഗ്രാൻഡായിട്ട് നിയോസിൻ്റെ എന്താണോ അത് തന്നെയാണ് അവർ എടുത്ത് വെച്ച് കൊടുത്തത്. സെയിം സാധനം തന്നെ. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ കളർ തീമിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ പ്രതീക്ഷ ഈ വാഹനത്തിൽ കിയ അങ്ങനെ ചെയ്യില്ല എന്നാണ്. തീർച്ചയായും എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഹ്യുണ്ടായും ചെയ്തായിരുന്നു. ഗ്രാൻഡായിട്ട് നിയോസിൻ്റെ കറക്റ്റ് എക്സ്റ്റീരിയർ അവർക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇൻറ്റീരിയർ അവർ സെയിം ആയിട്ട് വെച്ചു. ഈ വണ്ടിയുടെ കാര്യത്തിൽ അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇൻറ്റീരിയറിൽ വ്യത്യാസം വരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അഗെയിൻ വളരെ നല്ലത് എന്ന് പറയാം. കാരണം ഇപ്പോഴത്തെ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ്. ആൻഡ് അവർ കൊടുക്കുന്ന കാശിന് മാക്സിമം ഫീച്ചേഴ്സ് കിട്ടുക എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്ക് കൂടി നമ്മളിപ്പോൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വെച്ചിറക്കാൻ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയും അത്രയും കൂടുതലാണെന്ന് തന്നെ പറയും. ഒബ്വിയസ്ലി പ്രൈസ് ഇത്തിരി താഴെ വരണം. അത് പക്ഷേ ഇപ്പം സംഭവിക്കുന്നില്ല. കാരണം സെൽട്ടോസ്, സോണറ്റ്, അല്ലെങ്കിൽ സെൽട്ടോസ് സോണറ്റിന് മാത്രമല്ല ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഈവൻ ടാറ്റയുടെ വണ്ടികളാണെങ്കിൽ പോലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പണ്ട് ടാറ്റയുടെ വാഹനങ്ങളൊക്കെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ വെച്ച് കളിച്ചിരുന്ന ഒരു വണ്ടികളായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് വെച്ച് ടാറ്റ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രൈസും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. എനിവേ ഈ വാഹനത്തിന് എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെയിം എക്സ്റ്ററിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് കാപ്പ സീരീസിൽ വരുന്ന 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 83 bhp, 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിനടുത്ത് വരുന്ന ടോർക്ക്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. AMT ഓട്ടോമാറ്റിക്കിലും അതുപോലെ 5 സ്പീഡ് മാനുവലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിരിക്കും. എഗെയിൻ ഇതിനകത്തൊരു 1 ലിറ്റർ ടർബോ പെട്രോളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഇത്തിരി ഓവറായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എക്സ്റ്ററിലേക്ക് ഉണ്ടായി കൊടുത്തില്ല. അത് ഗ്രാൻഡായിട്ട് നിയോസിൽ ഒരു ടർബോ കൊടുത്തപ്പോൾ ആരും വാങ്ങാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ കിയ കൊടുക്കാനുള്ള സാധ്യതയും കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവാണ്. എന്തായാലും ഈ വണ്ടി വരുമ്പോൾ 2025 ഒക്കെ കഴിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.